ആദ്യമായി ഇവിടെ ഈ സന്നിധിയിൽ വന്ന് നിൽക്കാൻ അനുഗ്രഹം തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. 2019 ഞാനും ഇതെൻ്റെ അമ്മയാണ്. ഞാൻ വരുന്നത് തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. എൻ്റെ പേര് എൽസി, ദമ്മ ടെസ്സി. 2019 ഞങ്ങൾ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പായി അമ്മയുടെ ഒരു സുഹൃത്ത് ലൂസി ആൻറ്റി വഴി അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഉടമ്പടി എടുക്കാൻ ആദ്യമായി വരുന്നത് 2019 ഞങ്ങളിവിടെ വരുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി കടബാധ്യതകളുണ്ട്. ഞങ്ങൾ 2 പെൺകുട്ടികളാണ് അമ്മയ്ക്ക്. എൻ്റെ അപ്പച്ചൻ കാല് വയ്യാത്ത ഒരാളായിരുന്നു. തുച്ഛമായ ഗവൺമെൻറ് ശമ്പളത്തിലാണ് അദ്ദേഹം ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പച്ചൻ 2015 മരിക്കുകയുണ്ടായി. ഇപ്പം ചെറിയ പെൻഷൻ കൊണ്ടാണ് എൻ്റെ അമ്മ വീട് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ 2 പേരും കല്യാണം കഴിച്ചു പോയി. എൻ്റെ അമ്മ ഒറ്റയ്ക്കാണ് കുടുംബം നോക്കിയിരുന്നത്. 10 വർഷമായിട്ട് എൻ്റെ അമ്മയ്ക്ക് ആധാരം ബാങ്കിലാണ്. ലോൺ അടച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. കൊറോണ സമയം വന്നപ്പോൾ ലോൺ അടയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാവുകയും ലോൺ മുടങ്ങുകയും ചെയ്തു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ, നമ്മളൊട്ടും മനസ്സിൽ വിചാരിക്കാത്ത ഒരു വ്യക്തി ഞങ്ങൾക്ക് അമ്മയ്ക്ക് ക്യാഷ് കൊടുത്ത് ആധാരം എടുപ്പിക്കുവാനായിട്ട് സഹായിച്ചു. ഇത് ജീവിതത്തിലെ എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ അനുഗ്രഹമായിട്ട് ഞാനും എൻ്റെ അമ്മയും വിശ്വസിക്കുന്നു. കൂടാതെ എൻ്റെ അമ്മയുടെ കാല് കമ്പിയിട്ടേക്കണാണ്, മുട്ടിന് കമ്പിയിട്ടിരിക്കുന്നതാണ്. എപ്പോഴും നീരും വേദനയുമായിരിക്കും. ഇവിടത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ അമ്മയ്ക്ക് പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. ഒരു ദിവസം അമ്മ സ്റ്റെപ്പിൽ മുകളിലേക്ക് കയറുന്ന സമയത്ത് കാല് ഒന്ന് അകന്നു പോവുകയും നട്ടെല്ലിന് ചെറിയൊരു വിള്ളൽ സംഭവിക്കുകയും ചെയ്തു. ഡോക്ടർ പറഞ്ഞു ബെൽറ്റിട്ട് കിടക്കണം. 70 വയസ്സുണ്ട് എൻ്റെ അമ്മയ്ക്ക്. ബെൽറ്റിട്ട് കിടക്കണം, പൂർണ്ണ റെസ്റ്റ് വേണം എന്ന് പറഞ്ഞു. എൻ്റെ അമ്മ ഒരു ആൻറ്റീനെ നോക്കാനായിട്ട് രാത്രി പോകുന്നുണ്ട്. അപ്പോൾ ആൻറ്റിക്കും അമ്മയും ഒറ്റയ്ക്കാണല്ലോ വീട്ടിൽ. അപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് അവിടെ പോവാതിരിക്കാനും പറ്റില്ല. ആൻറ്റി ഒരാഴ്ചയോളം അമ്മയെ നോക്കി. എനിക്ക് 2 ചെറിയ കുട്ടികളാണ്, പ്രായമുള്ള ഒരു അപ്പച്ചനുണ്ട്. അത് കാരണം എനിക്ക് വന്ന് നിൽക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ആൻറ്റി നോക്കി. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അമ്മ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം തൊട്ട് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തതിൻ്റെ ഫലമായിട്ട് നടുവിന് യാതൊരു കുഴപ്പമില്ല. അമ്മ ബെൽറ്റ് എല്ലാം ഊരിക്കളഞ്ഞ് അമ്മ സുഖമായിട്ട് ഇപ്പോൾ നടന്ന് ജോലിക്ക് പോകും വരികയൊക്കെ ചെയ്യുന്നുണ്ട്. യാതൊരു പ്രശ്നമില്ല. എല്ലാവിധ അസുഖങ്ങളിൽ നിന്നും കടബാധ്യത ഒന്നും തന്നെ അമ്മയ്ക്കില്ല. പൂർണ്ണമായിട്ടും മാതാവ് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം 10 വർഷത്തോളമായിരുന്ന കടബാധ്യതകളെല്ലാം തന്നെ നീക്കുവാനായിട്ട് മാതാവ് സഹായിച്ചു. അതിന് കോടാനുകോടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. അടുത്തതായി ഞാനും 2019 തന്നെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാനിവിടെ എൻ്റെ ആദ്യ നിയോഗം വെച്ചത്, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷമായിരുന്നു. ആ സമയത്ത് എൻ്റെ ഭർത്താവിൻ്റെ വീട് അമ്മയുടെ പേരിലായിരുന്നു. അമ്മ മരിച്ചു പോയതാണ്. പക്ഷേ അതിൻ്റെ ഞങ്ങൾ ചേട്ടനും ഹസ്ബൻഡും അവർ 2 മക്കളാണ്. അപ്പോൾ അവർക്ക് വീട്ടിൽ സൗകര്യമില്ലാത്തതിന് കാരണം അവർ വേറെ വീട് വാടകയ്ക്ക് മാറി. പക്ഷേ ഹസ്ബൻ്റെ പപ്പ വീടിൻ്റെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാക്കാനോ അല്ലെങ്കിൽ അവിടെ വീട് പണിയാനോ പൊളിക്കാനോ വിൽക്കാനോ ഒന്നും സമ്മതമല്ലായിരുന്നു. അവർ ഒത്തിരി വർഷത്തോളമായി വാടകയ്ക്കായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. 2 മാസം തികഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ പേരിലേക്ക് വീട് 2 പോർഷനായിട്ട് വീതിക്കാനും ആധാരം അവരുടെ പേരിലേക്ക് ആക്കുവാനും പപ്പ അതിന് സമ്മതിച്ചു. അത് ഏറ്റവും വലിയ അനുഗ്രഹം ജീവിതത്തിലായിട്ട് ഞാൻ കാണുന്നു. മാതാവ് തന്ന ഒരു അനുഗ്രഹമായിട്ട് കാണുന്നു. അതിനുശേഷം കൊറോണയ്ക്ക് ശേഷം എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടനും ഒരു കട നടത്തിയിരുന്നു. തുണിക്കടയാണ്, മെൻസ് വെയർ മാത്രമുള്ളൊരു കടയായിരുന്നു. കൊറോണയ്ക്ക് ശേഷം വളരെ നഷ്ടത്തിലായതുകൊണ്ട് ഹസ്ബൻഡിന് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആ സമയത്ത് ഞാൻ മുട്ടിപ്പായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഭർത്താവിൻ്റെ വീടിനടുത്തുള്ള ഒരു ഫിസിയോതെറാപ്പി സെൻറ്ററിൽ തന്നെ ജോലി അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. ആ സമയത്ത് നമുക്ക് ജോലിയില്ലാത്തൊരവസ്ഥ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാനും ഒരു NBFCയിലാണ് ജോലി ചെയ്തിരുന്നത്. പക്ഷേ ആ സമയത്ത് ജോലിയുടെ പ്രഷറും എല്ലാം കാരണം എനിക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കെ ചേട്ടൻ കട കുറച്ചും കൂടി തൃപ്പൂണിത്തുറ ഭാഗത്തേക്കുള്ളൊരു സ്ഥലത്തേക്ക് മാറ്റുകയും അവിടെ ചേച്ചി പറഞ്ഞു, എൽസി പോരെ, ഒരാളുടെ കൂടി ആവശ്യമുണ്ട്,
എന്ന് പറഞ്ഞ് എനിക്കും ഒരു ജോലി അവിടെ തരികയും ചെയ്തു. എന്നിരുന്നാൽ തന്നെയും ഞങ്ങളുടെ രണ്ടുപേരുടെ ഈ തുച്ഛമായ വരുമാനം കൊണ്ട് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോഴും ഞാൻ നിരന്തരം മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ കടയിൽ കച്ചവടമില്ലാതായി ഭയങ്കര പ്രയാസമായി കഴിഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ജിൻസി വേറെ ജോലി നോക്കുന്നതായിരിക്കും നല്ലത്, കുറച്ചും കൂടി അതല്ലേ നല്ലത് എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങി. അപ്പോഴും എനിക്ക് പേടിയായി, കാരണം കൊറോണ സമയം കഴിഞ്ഞതാണ്, ഒരു സ്ഥലത്തും ജോലിയില്ല. അപ്പോഴും ഞാൻ മാതാവിനോട് കടയിലിരിക്കുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നിരന്തരം പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ട് എൻ്റെ അനിയത്തിയുടെ റിലേറ്റീവ് വഴി ഞങ്ങൾക്ക് ഉടനെ തന്നെ ഖത്തറിലേക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ജോലി ശരിയാവുകയും 2 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് പോകാൻ സാധിക്കുകയും ചെയ്തു. അത് ഈശോ തന്ന, മാതാവ് വഴി തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. കാരണം ആ സമയത്ത് വളരെയേറെ ബുദ്ധിമുട്ടിയിരുന്ന ഞങ്ങൾക്ക് ഈ ജോലി വളരെ മാതാവ് തന്നൊരു അനുഗ്രഹമാണ്. അങ്ങനെ ഞാൻ പോയി 1 വർഷം ആകാറായി കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിൽ നിന്ന് പിള്ളേർക്ക് ഭയങ്കര പ്രയാസമായി. അമ്മയില്ലാത്തതുകൊണ്ട് ഭർത്താവിൻ്റെ അമ്മയില്ല, മുമ്പോട്ട് ജീവിതം ഭയങ്കര അമ്മയില്ലാതെ പറ്റാത്തൊരവസ്ഥയായി. അപ്പോഴും ഞാൻ മാതാവിനോട് അവിടെയാണെങ്കിലും ഞാൻ യൂട്യൂബിൽ സാക്ഷ്യം കാണും, പ്രാർത്ഥിക്കും, നിരന്തരം പ്രത്യക്ഷീകരണ പ്രാർത്ഥന. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ദൈവമേ, ഞാൻ പോയിട്ട് 1 കൊല്ലം ആവുന്നതേ ഉള്ളൂ, 2 കൊല്ലത്തെ കോൺട്രാക്റ്റാണ്, എനിക്ക് പിള്ളേരുടെ അടുത്ത് എത്താൻ ഞാൻ എന്ത് ചെയ്യും മാതാവേ, കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് വിളിക്കുകയാണ്, എൽസി എനിക്കൊരു ജോലി ഒമാനിലേക്ക് ഒരു ഫ്രണ്ട് വഴി പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ എനിക്ക് പോകണം, പക്ഷേ ഞാൻ പോയാൽ പിള്ളേരുടെ അടുത്ത് ആരുമില്ല, അതുകൊണ്ട് താൻ റിസൈൻ ചെയ്ത് പോരൂ, ഞാൻ പൊക്കോളാം എന്ന് പറയുകയും അങ്ങനെ 1 കൊല്ലത്തെ കോൺട്രാക്റ്റ് പൂർത്തിയാക്കി. ആ മാസം തന്നെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോരുകയും ഭർത്താവ് ഒമാനിലേക്ക് പോവാനും ഇടയായി. എനിക്ക് പിള്ളേരുടെ അടുത്ത് എത്താനും അവരെ നോക്കാനും സാധിക്കുന്നു. അത് മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അടുത്തത്, ഞങ്ങൾ വീട് 2ആയി ഭാഗിച്ചെങ്കിലും കൊറോണ കാരണം ഞങ്ങൾക്ക് വീട് പൊളിക്കാനോ പണിയാനുള്ള സാമ്പത്തികമായ ഭദ്രത ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കത് ഞങ്ങൾ തീരുമാനിച്ചു, വീട് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒത്തിരിയേറെ ആൾക്കാർ വന്ന് കാണും എല്ലാം ചെയ്തെങ്കിലും പലരായിട്ട് വീട് മുടക്കാൻ തോന്നി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചിയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. ചേച്ചി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പ് ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തെല്ലാം വിതറി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഇവിടെ തന്ന ഉപ്പ് ഒക്കെ വിതറി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഫലമായി ഞങ്ങൾ പറഞ്ഞതിലും കൂടുതൽ വിലയ്ക്ക്, ഈ ബ്രോക്കർമാരല്ലാതെ പറഞ്ഞതിലും കൂടുതൽ വിലയ്ക്ക് ഞങ്ങൾക്ക് വീട് വിൽക്കുവാനും തടസ്സങ്ങളൊന്നുമില്ലാതെ വിൽക്കുവാനും ഞങ്ങൾക്കിപ്പോൾ ഒരു ഭവനം വേറൊരു സ്ഥലത്ത് പണിയുവാനും സാധിച്ചു. അത് മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ചേച്ചിയും ചേട്ടനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അവർക്ക് ഇറ്റലിക്ക് പോകാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചു. അവർ ഓഗസ്റ്റ് 1 ഇറ്റലിക്ക് പോയി. അവിടെ 2 പേരും ജോലിക്ക് കയറി. ഇത്രയേറെ അനുഗ്രഹങ്ങൾക്ക് തന്ന ഈശോയ്ക്കും ദൈവമാതാവിനും കോടാനുകോടി നന്ദി. ഞങ്ങൾ നിയോഗത്തിൽ ഒരു കാര്യം കൂടി എഴുതിയിരുന്നു. എൻ്റെ അനിയത്തിയുടെ 15 കൊല്ലമായി വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിനെ ഇതുവരെ ലഭിച്ചിട്ടില്ല. മാതാവ് പൂർണ്ണമായിട്ടും അത് നടത്തിത്തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കുഞ്ഞിനെയും കൊണ്ട് ഈ സന്നിധിയിൽ വന്ന് ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സാധിക്കും, ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു.